ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. കാരണം എന്താണ് ടാക്ട് സെല്ലിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞാനും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നു, എന്താണ് ടാക്ട് സെല്ലിംഗ്, ഇനി എന്താണ് വരാൻ പോകുന്നത്. പക്ഷെ മാഷാ അല്ലാഹ് അത് ഒരുപാട് സന്തോഷത്തോടു കൂടി പറയണം, അത് അതുപോലെ തന്നെ സംഭവിച്ചു. അത് വലിയൊരു തെറ്റായിട്ടുള്ള തീരുമാനമല്ല, ഏറ്റവും ശരികളിൽ ഏറ്റവും വലിയ ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയെ കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. ഞാനിവിടെ വളരെ സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ ദുഃഖമുള്ള കാര്യമാണ്, പക്ഷെ സന്തോഷത്തോടു കൂടി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല ജോലി എന്ന് പറയുന്ന കാര്യം അത് എടുത്തു പോവുകയാണെന്നുള്ളത് ആളുകളിലേക്ക് എത്തുന്നില്ല. എഐയെ കുറിച്ച് കേട്ടിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ സംഗതി ശരിക്ക് സന്തോഷമാണോ ചോദിച്ചാൽ സന്തോഷമാണ്, സങ്കടമാണോ ചോദിച്ചാൽ സങ്കടമാണ്. കാരണം ഒരുപാട് ആളുകളിലേക്ക് ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമുക്കൊരു അവസരമാണ്, അല്ലേ? നമ്മുടെ സെലീൽ മാത്യു സർ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ജനസംഖ്യ വെച്ചിട്ട് ഈ ടാക്ട് സെല്ലിംഗ് ഏറ്റവും കൂടുതൽ അതിന്റെ ഉന്നതിയിൽ എത്താൻ പോകുന്നത് ഇന്ത്യയിലായിരിക്കും. അത് നമുക്കൊക്കെ ഒരു അവസരമാണ്. നമ്മുടെ ടീമിലേക്കാണ് ഈ ആളുകൾക്ക് വരാനുള്ളത്, അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഗൂഗിളിൽ നിന്നും IBM ഇന്റർനാഷണൽ IT കമ്പനീസിൽ നിന്നൊക്കെ ഇപ്പോ ഈ അടുത്ത് വന്ന വാർത്ത, IBM നിന്നും 8000 ആളുകളെയാണ്, അത് HR പോസ്റ്റിൽ നിന്ന്. ഞാനൊരു കമ്പനിയുടെ HR ആണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്തായിരുന്നു, ഇനി ഒന്നുമല്ല. അതാണ് അതിൽ നിന്നും പിരിച്ചുവിടുക എന്ന് പറയുന്നത്. എന്തായിരിക്കും ആ ആളുടെ അവസ്ഥ? അത്രയും വർഷങ്ങൾ എടുത്ത് താൻ നേടിയെടുത്ത വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി അത് ഒരു നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു AI എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ വന്നതോടുകൂടി ഇനി നിങ്ങളെ ആവശ്യമില്ല, AI ഉണ്ടല്ലോ. IBM നിന്നുള്ള ആളുകൾക്കുള്ള താക്കീതാണത്. ഇവിടേക്കാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിനൊത്ത് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ലൈഫ് ശരിക്കൊരു ദുരിതത്തിലേക്ക് തന്നെയാണ് പോണത്. ഇവിടെ ഇപ്പോൾ ഒരു സാറ് പറഞ്ഞു, നമ്മുടെ ആർട്ടിസ്റ്റിൽ കയറിയ ഒരു സാറ് പറഞ്ഞു, നമ്മുടെ മക്കൾക്കും നമ്മുടെ 3 തലമുറകൾക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്ത് ഇടണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ? അവർ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ചലഞ്ചസിനെയും ഫേസ് ചെയ്തിട്ട്, എല്ലാ ചലഞ്ചുകളെയും മുന്നോട്ട് നിന്ന് ചലഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് ചലഞ്ചുകൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു NTC ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ പിന്നിൽ ഒരുപാട് വേദനകൾ, ത്യാഗങ്ങൾ. ആസ് എ ഫാമിലി, ഇപ്പോ ഒരു സാർ ഇവിടെ വന്ന് കയറി പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റിൽ കയറി ഒരു സാറ് പറഞ്ഞത് ഞാൻ കേട്ടു, ശരിക്കും ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. ശരിക്കും ഒരു ഫാമിലി ബിസിനസ് തന്നെയാണിത്. കാരണം തന്റെ ഫാമിലിയെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രത്തോളം ദൂരം നമുക്ക് പോവാം. വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.